ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓഫീസിലേക്കാണേലും കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത്. സോയ റൈസാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളത്തിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്താൻ വേണ്ടി വെച്ച് വാർത്തെടുക്കണം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ള സോയാബീനാണ്. എനിക്കിവിടെ കുറച്ച് ചെറിയ സോയാബീൻ കിട്ടിയിട്ടുണ്ട്. സാധാരണ വലിയ സോയാബീൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അര കപ്പോളം എടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ സോയാബീൻ. ഇനി ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഇതുപോലെ ഒഴിച്ച് വെക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നല്ലോണം കുക്കായി കിട്ടുകയുള്ളൂ. ഞാൻ ഏതാണ്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതൊന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ഈ സോയാബീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാൻ. ഞാനിവിടെ ബസ്മതി റൈസ് വാർത്തെടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പോളം വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പൂ, ഒരു 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഇനി നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസും കൂടെ ഇട്ട് കൊടുക്കണം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളിത് വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബസ്മതി റൈസൊക്കെ ഒരു 1/4 ഭാഗത്തോളം വേഗമായി വന്നിട്ടുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ വാർത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോയാബീൻ നോക്കാം. അപ്പോൾ അത് സോയാബീനൊക്കെ കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇനി ഇത് നമ്മൾ സാധാരണ വെള്ളത്തിലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നിന്ന് നന്നായിട്ട് കഴുകി ഇതിന് നല്ല പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. ഈ ഒരു രീതിയിൽ പിഴിഞ്ഞെടുക്കണേ. അപ്പോൾ വലിയ സോയാബീൻ കിട്ടിയാലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മാത്രമാണ് പിന്നെ നമ്മളിതിൽ മസാല ചേർക്കുമ്പോൾ അതൊക്കെ ഈ സോയാബീൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം ഉപ്പ്, 2 മുട്ടയാണ് കേട്ടോ. 2 മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈകൊണ്ട് ജസ്റ്റ് ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ സോയാബീന് ആ സമയത്ത് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുക കുറച്ച്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി. ഇഷ്ടമില്ല എന്നുള്ളവർക്ക് മൈദപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂണോളം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. ഒരു തവണ ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിലായി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇത് സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സോയാബീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തോരൻ പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ പതുക്കെ ഒരുപാട് നമ്മളിങ്ങനെ തോരൻ പോലെ ഇളക്കി കൊടുക്കരുത്. പതുക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിനെ ചിക്കി എടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഓൾറെഡി ഇത് സോയാബീൻ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഈ പിടിച്ചിരിക്കുന്ന മസാലയൊന്നും പുറത്തേക്ക് അധികം പോവാത്ത രീതിയിൽ വേണം പതുക്കെ ഇതുപോലെ ആദ്യം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. നമ്മളിതിൽ കൂടുതലൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ ചേർത്തിരിക്കുന്നത് കൂടുതലും മുട്ടയാണ്.
അതുകൊണ്ട് തന്നെ വേഗം കുക്കായി വരികയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി ഞാൻ എടുത്ത ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയിൽ ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് കുക്കായി വന്നാൽ മാത്രം ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഓഫ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാനൊരു കുറച്ച് വലിയ കടായി സ്റ്റൗവിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടായിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 സ്പൂണോളം വെളുത്തുള്ളി തന്നെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തത് എരിവിനായിട്ട്, ഒരു മീഡിയം ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ ക്യാരറ്റൊക്കെ ഒന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. എന്നാൽ ഉടഞ്ഞു പോവുകയും ചെയ്യരുത്, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം. ക്യാരറ്റും അതുപോലെ തന്നെ സവാളയൊക്കെ ഒന്നിങ്ങനെ വഴന്ന് വരുന്നവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല രുചിയുള്ളൊരു റൈസാണ് കേട്ടോ. ഒന്നും തന്നെ സൈഡിൽ വേണ്ടാത്തൊരു റൈസാണ്. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ രീതിയിൽ തന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസാണ്. 1 കപ്പ് റൈസ് വേവിച്ചെടുത്തത് നമുക്കിവിടെ ഒരു 2 പേർക്ക് ശരിക്കും കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത്ര മാത്രമേ കുക്ക് ആവേണ്ടുള്ളൂ. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക അത്ര മാത്രമേ വേഗമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. റൈസൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞൊന്നും പോയിട്ടില്ല, കട്ട പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. ഒരു 2 പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സവാള ഇട്ട് കൊടുത്താൽ മതി. 1 പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ നമ്മുടെ സോയാബീൻ. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. നല്ല മണമാണ് കേട്ടോ. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെജ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ മാറിപ്പോകുന്ന രുചിയിലാണ്. അത്ര രുചിയാണ് കേട്ടോ അതിങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഇതിനെ ഈ ഒരു സോയാബീൻ്റെ മുട്ടയുടെ ഒക്കെ ആ ഒരു മണം ഈ റൈസിലൊന്ന് പിടിക്കുന്ന വരെ ഇതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി തലേ ദിവസം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുറച്ചും കൂടി രുചിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫീസിൽ കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.